ആരെ ഫോട്ടോ എടുക്കുന്നത്? നമ്മൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പരിസരത്തെ ഫോട്ടോ ഒക്കെ എടുത്തു. അതിന്റെ ആവശ്യം എന്തിനാണ്? വെറുതെ എന്തിനാണ് ആ ഫിലിം പാഴാക്കി കളയാൻ? അയാളുടെ ഫിലിമെല്ലാം എടുത്തോട്ടെ സാറേ. അതും വേണ്ട. ഞാൻ പറയാം. ഈ ഫോട്ടോഗ്രാഫർ തന്നെയാണോ നമ്മുടെ പാനലിലുള്ള എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നത്? എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ആളാണ്. അപ്പൊ അവനോടൊരു കാര്യം പ്രത്യേകം പറയണം. എന്റെ ഫോട്ടോയുടെ തെളിച്ച് മറ്റുള്ളവരുടെ ഫോട്ടോയ്ക്കൊന്നും വേണ്ട. സാറ് പറയണേക്കാൾ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രസിഡന്റ് ഒക്കെ ആകാൻ പോകുന്ന ആളാണ്. എനിക്കറിഞ്ഞൂടെ? ആള് സിനിമയിലൊക്കെ ഫോട്ടോ എടുക്കുന്ന ആളാണ്. നല്ല സൂപ്പർ ഫോട്ടോഗ്രാഫറാണ്. അതൊക്കെ ശരി. പക്ഷെ നമ്മളിപ്പോ സിനിമയൊന്നും അല്ലല്ലോ ഇവിടെ പിടിക്കും. അതുപോലെ ഇരിക്കണ്ടേ സാർ? സൂപ്പറായിട്ട് ഇരിക്കണ്ടേ? വൃത്തിയായി ഒന്ന് കാണണം. അസലായിട്ട് പതിയിരിക്കും. ചേട്ടോ ചേട്ടൻ്റെ ഫോട്ടോ എടുക്കണ്ട. ഓ എന്താ നിങ്ങൾക്കൊരു താല്പര്യക്കുറവ് പോലെ? ഇല്ല ഒരു കുറവ് താല്പര്യക്കുറവില്ല. എടുക്കാം, നമുക്ക് എടുക്കാം. പേടിയുണ്ടോ? ഏയ് പേടിക്കൊന്നും വേണ്ട. ഞാനൊരു പ്രമുഖനാണെങ്കിലും ഞാൻ വളരെ മാന്യമായിട്ട് ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ഹൃദയന. എടുത്താലോ നമുക്ക്? ഓ എടുക്കാം. പിന്നെ കുറച്ചിങ്ങോട്ട് മാറിക്കോ. എന്തോ കുറച്ചിങ്ങോട്ട് മാറിക്കോ. എന്തിന്? ഇല്ല, കുറച്ച് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഓ ലൈറ്റ് ഇല്ലാതെ എടുക്കാൻ അറിയൂടാ. അതാണ് ആ ഒരു പേടി മുഖത്ത് കിടക്കുന്നത്. എനിക്ക് തോന്നി. എടുത്താലോ? ചിൻ ഡൗൺ ചെയ്തേ. ചിൻ ഡൗൺ. കണ്ണാടി വെക്കണ്ട. കുറച്ച് ചിൻ ഡൗൺ. താടി കുറച്ചൊന്ന്. അങ്ങനെ അത്ര മതി. കുറച്ച്. ഓക്കെ. ഒന്ന് ചിരിച്ചേട്ടാ. അങ്ങനെയാണ് ചിരിച്ചേ. ചിരിക്കേട്ടാ. ഇതുപോലെ ഇല്ല, അതുപോരാ. കുറച്ചുകൂടെ തിരിച്ച്. ഇല്ല, ഒന്ന് ചിരി അഭിനയിച്ചാൽ മതി. അതെ, എനിക്ക് ഇതിന്റെ മുമ്പിൽ അഭിനയിച്ചുള്ള പരിചയമൊന്നുമില്ല. ജനങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് ശീലം. അങ്ങനെയാണല്ലേ? ഫോട്ടോ ശരി, എടുത്താലോ? ഓക്കെ, റെഡി? അപ്പൊ അവൻ എന്തായാലും ഈ പണിക്ക് പോകില്ല എന്ന് തീരുമാനിച്ചു. ഈ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടൊക്കെ ജയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജയിച്ചു കഴിഞ്ഞിട്ട് ആ ബാങ്കിന്റെ പ്രസിഡന്റ് ആയെങ്കിൽ ഗുണുണ്ട്. അത് അവന്ന് തോന്നണ്ട. അതവന് പറഞ്ഞാൽ മനസ്സിലാവേണ്ട കാര്യങ്ങള്. അവനിപ്പം ഹോട്ടലിൽ പോകാൻ വയ്യ. അവന് പ്രസിഡന്റാ. ജീവിക്കാൻ പഠിച്ചിട്ടില്ല. ഞാൻ കുറച്ചേരായി. വിശേഷം എന്താ സുഖായിരിക്കണു? അതെ, അമ്മാവനിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ നിക്കല്ലേ? ഒരു ഹോട്ടലിൽ ഒരു വേക്കൻസി കിടപ്പുണ്ട്. പോകാൻ താല്പര്യമുണ്ടോ? ഓ പന്റെ തഞ്ഞത്തേക്ക്. എടാ, നീ ഇലക്ഷന് നിക്കാൻ പോണല്ലോ. നിന്നിട്ടൊന്നുമില്ലല്ലോ. അതെ, പിന്നെ അമ്മ നോമിനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു. സൂക്ഷ്മ പരിശോധന നടന്നുകൊണ്ടിരിക്കുക. അത് ഇന്ന് വൈകിട്ട് കഴിയും. അപ്പൊ ഇന്നുകൊണ്ട് പ്രചരണമൊക്കെ നമ്മൾ ആരംഭിക്കാതിരിക്കുക. അമ്മയുടെ അനുഗ്രഹം മേടിച്ചിട്ട് ഇറങ്ങാന്നുള്ളൊരു ആലോചനയില്ല. വേണ്ടടി, നമ്മളെ ഈ ഇങ്ങോട്ട് വാ. എവിടെ ഉണ്ടായിരുന്ന ഇറങ്ങിയല്ലേ? ഓ സൂക്ഷ്മ പരിശോധന കഴിവടിയാ. ഇല്ല, എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്താണ്ട് ഈ അമ്മയുടെ അനുഗ്രഹമാണ്. അമ്മ അമ്മ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ആവാൻ പോവാ. അമ്മാവന്റെ ഒന്ന് അനുഗ്രഹം വാങ്ങിക്കും മകളെ. എന്റെ അനുഗ്രഹം ഒന്നും വേണ്ട. എന്തിന് എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും അളിയാ. ഓ അയ്യോ മതി. എനിക്ക് വേറെ ആരും അനുഗ്രഹം ഇല്ലേലും വേണ്ട. സാക്ഷാൽ ദൈവം തമ്പുരാനല്ലേ ഈ നിൽക്കണം. കാര്യം ചോദിച്ചോട്ടെ, നീ ഇപ്പൊ മെമ്പറായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ നിന്റെ പാർട്ടിക്കാരെല്ലാരും കൂടി എന്നെ പ്രസിഡന്റ് ആക്കുവോ? അമ്മ പാർട്ടിയിൽ യോഗ്യതയുള്ള ഒരാൾ ഞാനല്ലേ ഉള്ളൂ, മുതിർന്ന നേതാവ്. ഞാനല്ലാതെ പിന്നെ വേറെ ആരാ? ജയിച്ചാലല്ലേ അല്ലേ? സംശയം അങ്ങനെയല്ല, ഞാൻ സംശയം ചോദിച്ചാ ജയിക്കുന്നവരെ അല്ലേ പ്രസിഡന്റ് ആക്കുന്നത്? എന്നാ ഞങ്ങള് ജയിക്കും കേട്ടോ. എന്ത് പറഞ്ഞാലും അവര് പറയാം. നീ എവന്റെ കൂടെ കൂടി ഉണ്ടല്ലോ കൊച്ചെ. നിന്റെ മനസ്സിൽ ശകലം നല്ലതുണ്ടായിരുന്നു, അതും പോയി. ഇപ്പൊ അമ്മ അനുഗ്രഹിക്കാം. നീ ജയിക്കൂടാ, ഒരു കുഴപ്പമില്ല. ഞാൻ ജയിക്കൂല. 5 വർഷം തേക്കണം പതി. ഹലോ, അതെ ക്ലീറ്റസ് ആണ്. അല്ല, അതിന് എന്താ കാര്യം? ഫോൺ എടുത്ത് നോക്കി. ഹലോ ഹലോ, എന്താണ്?
ആ എന്ത് പോയി? ആ ആ അത് ശരി. എന്താ കഥകളി കാണിക്കണം എന്താന്ന് ആ. ഓഹോ എന്ത് കഷ്ടം പറയാ. ആ ഹാ 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി 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 ശരി. നീ എന്താ ചിരിക്കണേ? അവനതാ കരയണു, നീ അതാ ചിരിക്കണേ, എന്താ കാര്യം? ആ ഫോൺ വെച്ചോ ഓക്കെ ഓക്കെ. എന്തായി? അതെ അമ്മ, ഏ? ഇവന്റെ നോമിനേഷൻ തള്ളിപ്പോയെന്ന്. അതെന്ത്? അതെങ്ങനെ? ഇന്ന് നോമിനേഷന്റെ സൂക്ഷ്മ പരിശോധന നടക്കുന്ന ദിവസമല്ലേ? ആ. അതില് ഇവൻ അയോഗ്യനാണെന്ന്. ഇവൻ അയോഗ്യനാണെന്നാ? ആ. ഇവനെ പോലെ യോഗ്യതയുള്ള ആരുണ്ട് അവിടെ? ആ യോഗ്യത കൊണ്ട് കാര്യമില്ല. പിന്നെ ഇവന് കുടിശ്ശികണ്ട്. ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് എത്ര 125 രൂപ എന്തോ തിരിച്ചടക്കാൻ ബാക്കിയുണ്ട് അത്ര ഇവൻ. അത്രയല്ലേ ഉള്ളൂ. ആ 125 രൂപ നമുക്ക് കൊണ്ടേ അടയ്ക്കാം. പാവം കരയണണ്ടില്ലേ? ആ അത് കൊടുത്താൽ തീരും. പക്ഷേ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നോമിനേഷൻ കൊടുക്കാൻ. അതുപോലും അറിഞ്ഞൂടാ ഇവന്. ബാങ്കിന്റെ കുടിശ്ശിക 1 രൂപയാണെങ്കിലും കുടിശ്ശികയാണമ്മാവാ. അയ്യോ, ഇത് ഇവന്റെ പാർട്ടി തന്നെയുള്ള ആരോ കുത്തിപ്പൊക്കിയതാണെന്നാണ് എന്റെ സംശയം. ഇവന് പകരം നോമിനേറ്റ് ചെയ്തിരിക്കണ മറ്റേ പൊക്കത്തിലുള്ള കക്ഷിയില്ലേ, നടരാജൻ. ഇത്രയും കാലത്തിന്റെ പിന്നാലെ ഈ കുപ്പായിട്ട് നടന്നിട്ട് പഠിക്കില്ലടാ. ഇതൊക്കെ ഊരി വെച്ചിട്ട് വേറെ വല്ല പണിക്കുമ്പോ കൂടാണ്. അമ്മവാ, ബാങ്കിലെ ജോലി പോയ സ്ഥിതിക്കേ മറ്റേ ജോലി അവിടെ ഉണ്ടല്ലോ. ഏത് ജോലി? അമ്മാമ്പന ഹോട്ടലിലേ. അതിന് വേറെ ആളെ കിട്ടാതിരിക്കല്ല. എന്നോടുള്ള ഒരു ഒറ്റ താല്പര്യം കൊണ്ട് ഇവനാക്കാൻ പറഞ്ഞ അതിന് വേറെ ആളായി. കടിച്ചതുമില്ല പിടിച്ചതുമില്ല.